ഞങ്ങൾ കേരള ബാങ്കിലെ ജീവനക്കാരാണ്. അപ്പോൾ ഇവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി വന്നതാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ സുന്ദരമായ രീതിയിലാണ് ഇവിടെ ടൗൺഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്ക് ആ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾ ഒറ്റപ്പെട്ട ഒരു രീതിയിലായിരുന്നു. ആ ജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി ഇവിടെ കേരള ഗവൺമെന്റ് വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. കേരള ബാങ്കിനെ സംബന്ധിച്ചാണെങ്കിലും ഈ ചൂരൽമല പ്രദേശത്ത് ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ആ പ്രളയമുണ്ടായ തൊട്ടടുത്ത ദിവസം തന്നെ കേരള ബാങ്കിന്റെ ഭരണസമിതി യോഗം ചേർന്നുകൊണ്ട് അവിടെയുള്ള ആളുകളുടെ മുഴുവൻ ലോണും വായ്പകളും എഴുതിത്തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുത്തു. അതിനുശേഷമാണ് മറ്റുള്ള ബാങ്കുകളൊക്കെ തന്നെ ഇതിലേക്ക് വരാൻ വൈമുഖ്യം കാണിക്കുകയും കേരളത്തിലെ ഹൈക്കോടതി തന്നെ കേരള ബാങ്ക് എടുത്ത ഒരു മാതൃക ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങളുടെ ജീവനക്കാർ ഏകദേശം 5 കോടി രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. എന്തായാലും വയനാട്ടിലെ ജനതയെ സംബന്ധിച്ച് വളരെ ആഹ്ലാദപരമായ ഒരു ദിവസമാണ് ഈ വരുന്ന ഞായറാഴ്ച നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വളരെ സുന്ദരമായ, അന്ന് അവിടെ എങ്ങനെ ആളുകൾ താമസിച്ചിരുന്നോ അതേപോലുള്ള മുഴുവൻ ആളുകളെയും ഒരേ സ്ഥലത്ത് ഒരേ വീടോടുകൂടി സമീപ പ്രദേശങ്ങളും അയൽ പ്രദേശങ്ങളിലും ഒക്കെ താമസിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത ഗവൺമെന്റിനുള്ള നന്ദി വയനാടൻ ജനത കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ആ വയനാടൻ ജനതയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു.